ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ്. ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടാൻ ആറ്റിങ്ങൽ റാണി അനുവാദം നൽകിയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടാൻ ആറ്റിങ്ങൽ റാണി അനുവാദം നൽകിയിരുന്നു. 1695 കോട്ടയുടെ പണി പൂർത്തിയായി. 1695 കോട്ടയുടെ പണി പൂർത്തിയായി. ഇത് പ്രാദേശികമായ ചില എതിർപ്പുകൾക്കും കാരണമായി. ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു കമ്പനിയുടെ കച്ചവടം. അഞ്ചുതെങ്ങ് കേന്ദ്രീകരിച്ചായിരുന്നു കമ്പനിയുടെ കച്ചവടം. അവരുടെ പല നടപടികളോടും നാട്ടുകാർക്ക് അമർഷമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പല നടപടികളോടും നാട്ടുകാർക്ക് അമർഷം ഉണ്ടായിരുന്നു. എന്നാണ് കോട്ട പൂർത്തിയായത്? 1695 കോട്ടയുടെ പണി പൂർത്തിയായി. എന്നാൽ ഇത് പല എതിർപ്പുകൾക്കും കാരണമായി. ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരുടെ ഗർവവും കുരുമുളക് വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായി. 1721 ഏപ്രിൽ 15 വിഷുദിനത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർ ക്യാപ്റ്റൻ വില്യം ഗിഫോർഡിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്കുള്ള വാർഷിക കപ്പവുമായി ആറ്റിങ്ങൽ റാണിയെ മുഖം കാണിക്കാൻ വേണ്ടി കൊട്ടാരത്തിലെത്തി. അന്ന് രാത്രി ആറ്റിങ്ങലിലെ കൊല്ലമ്പുഴയിൽ വെച്ച് ഇംഗ്ലീഷുകാർക്കുമേൽ നാട്ടുകാരുടെ ആക്രമണം ഉണ്ടായി. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ബ്രിട്ടീഷുകാർക്ക് അടിപതറി. ക്യാപ്റ്റൻ വില്യം ഗിഫോർഡ് ഉൾപ്പെടെ മുഴുവൻ പേരും മരിച്ചതായാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്ത നാട്ടുകാർ മാസങ്ങളോളം കോട്ടയുടെ നിയന്ത്രണം കയ്യിൽ വെച്ചു. മറ്റിടങ്ങളിൽ നിന്ന് കൂടുതൽ സേന എത്തിയാണ് അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തത്. ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെട്ട ഈ സംഭവം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിനെതിരായ ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു. തുടർന്ന് റാണിയുമായി ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയ ഉടമ്പടിയിൽ ആക്രമണത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളെല്ലാം റാണി പരിഹരിക്കണമെന്നും കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തക ഇംഗ്ലീഷുകാരിൽ മാത്രം നിക്ഷിപ്തമാക്കണമെന്നും വ്യവസ്ഥ ചെയ്തു. ഇഷ്ടമുള്ളിടത്തെല്ലാം കോട്ടകൾ സ്ഥാപിക്കാനുള്ള അവകാശവും ഇംഗ്ലീഷുകാർക്ക് കൈവന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.